അതിന്റെ പൂർണ്ണമായ രൂപമെന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു തുഹ്ഫയുടെ 9-ാം വാല്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം വലത് ചെവിയിൽ ബാങ്ക് കൊടുക്കുക, അതിനുശേഷം സൂറത്തുൽ ഇഖ്ലാസ്. അത് വല്ലാത്തൊരു സൂറത്തല്ലേ. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ആ സൂറത്ത് 3 തവണ കുട്ടിയെ കേൾപ്പിക്കണം. അതിനുശേഷം അല്ലാഹുമ്മ ഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. ഈ കുട്ടിക്കും പരമ്പരക്കുമൊക്കെ പൈശാചിക സ്പർശനങ്ങളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷയുണ്ടാകാനായി വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയും വലത് ചെവിയിൽ, അതിനുശേഷം ഇടത് ചെവിയിൽ ഇഖാമത്ത് കൊടുക്കണം. ഇങ്ങനെ ആദ്യമായി നമ്മുടെ മക്കളുടെ മസ്തിഷ്കത്തിലേക്ക് ഇത് കയറ്റിക്കഴിഞ്ഞാൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. മുഅ്മിനീങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ചെറിയ കുട്ടിയല്ലേ, അത് കേട്ടിട്ട് എന്ത് കാര്യം? അങ്ങനെ ചിന്തിക്കരുത്. പ്രത്യേകിച്ച് 0 മുതൽ 2 വയസ്സ് വരെയുള്ള പ്രായം കുട്ടികളുടെ മസ്തിഷ്കം കാര്യങ്ങളൊക്കെ വല്ലാതെ ക്യാച്ച് ചെയ്യുന്നൊരു സമയമാണ്. ആ സമയത്ത് മക്കൾ എന്ത് കേൾക്കുന്നു, ആ സമയത്ത് മക്കൾ എന്ത് കാണുന്നു, അതിനനുസരിച്ച് ആ മക്കളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. പഴയ കാലങ്ങളിലൊക്കെ നമ്മളുടെ മക്കൾക്ക് ആ താരാട്ട് തൗഹീദിന്റെ വചനങ്ങൾ പാടിയിട്ട് വല്യമ്മമാരും ഉമ്മമാരും ഉറക്കുമായിരുന്നു. സത്യത്തിൽ ആ ലാ ഇലാഹ ഇല്ലല്ലയുടെ വചനം പാടി തൊട്ടിലിൽ മക്കളെ ആട്ടി ഉറക്കുന്നതോടൊപ്പം ഈ തൗഹീദിന്റെ ശീലുകൾ കുട്ടിയുടെ മസ്തിഷ്കത്തിലേക്ക് കയറാൻ. അത് ചെറിയ കുട്ടിയല്ലേ, 2 മാസല്ലേ ആയുള്ളൂ, 6 മാസല്ലേ ആയുള്ളൂ, 8 മാസല്ലേ ആയുള്ളൂ. ആ കുട്ടി എന്ത് കേട്ടിട്ടുണ്ട്? അങ്ങനെ ചിന്തിക്കരുത്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഉമ്മമാര് മക്കളെ പാടി ഉറക്കുകയാണ്. മക്കളാ തൗഹീദിന്റെ വചനങ്ങൾ അങ്ങനെ കേൾക്കുകയാണ്. ആ വചനങ്ങൾ മക്കളുടെ മസ്തിഷ്കത്തിലേക്ക് കയറുകയാണ്. മുഅ്മിനെ, അത് മക്കളിൽ വലിയ സ്വാധീനമുണ്ടാക്കും. അതാ മക്കളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. ശ്രദ്ധിക്കണം, മൗലൂദിന്റെ വചനങ്ങളൊക്കെ കുട്ടികളെ കേൾപ്പിക്കണം. സ്വലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്താഹി വൽ ഹബീബിൽ അറബി അന്ത തത്ലഉ ബൈനനാ. പരിശുദ്ധമായ ആ മൗലൂദിന്റെ വചനങ്ങൾ അതൊക്കെ അങ്ങനെ കേൾക്കുന്നതിനനുസരിച്ച് അതിനോടൊക്കെ വല്ലാത്ത ഒരു ഇഷ്ടം, ഒരു ഇഷ്ക് നമ്മളെ മക്കളെ കൽബിലുണ്ടാകും. അതുകൊണ്ട് രക്ഷിതാക്കൾ ചെറിയ പ്രായത്തിൽ തന്നെ അതൊക്കെ ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു മക്കളെ കൊണ്ട് 2 വീട്ടിലും സന്തോഷിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ മജ്ലിസിൽ മക്കൾ ഹാഫിളീങ്ങളാവാനൊക്കെ സ്വർണങ്ങൾ നൽകിയിട്ട് പോലും ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. അള്ളാഹു പരിശുദ്ധ ഖുർആന്റെ ബറക്കത്ത് കൊണ്ട്, ഈ പരിശുദ്ധ റമളാന്റെ ബറക്കത്ത് കൊണ്ട് സാലിഹീങ്ങളായ മക്കളെ നൽകി ഹാഫിളീങ്ങളായ മക്കളെ കൊണ്ട് അള്ളാഹു അവരെ സന്തോഷിപ്പിക്കുമാറാവട്ടെ.